അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എന്തൊക്കെയുണ്ട് ചങ്കള വിശേഷങ്ങളൊക്കെ? സുഖകരമായതല്ലേ? ചങ്കള ജോബ് വേക്കൻസി വീഡിയോ ഒന്നുമല്ല കേട്ടോ. ഇനി അതാണെന്ന് എഴുതിയാണ്ട് ഒരു വീഡിയോയിൽ ലാസ്റ്റ് ഞങ്ങളൊരു വേക്കൻറ്റ് പറഞ്ഞു പറഞ്ഞാണ്ട് ആരും ജോബ് വേക്കൻസി വീഡിയോ ആണെന്ന് എഴുതിയാണ്ടൊന്നും കാണണ്ട. 4 ദിവസമായിട്ടോ പല്ല് വേദനയാണ്. നല്ല അടിപൊളിയായിട്ടുള്ള വേദന, എന്താ രസം. പക്ഷെ ഞാനിവിടെ ഇങ്ങനെ വന്നിരുന്നപ്പോൾ എനിക്ക് ഒരു വീഡിയോ ചെയ്താൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് ഇങ്ങനെ തോന്നി. അപ്പോൾ അതുകൊണ്ട് ചെയ്യാം കേട്ടോ. കാരണം കണ്ണിലിങ്ങനെ സൗണ്ട് കേൾക്കുന്നുണ്ടോ? ഒരുപാട് കിളികളുണ്ട് ഇവിടെ. കിളികൾ മീൻസ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന കിളികൾ ആ കിളികളല്ല. ഇത് ഏത് കിളികളാണെന്നുള്ളത് ഞങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ. ഇവിടെ വന്നപ്പോൾ ഒരു നാട്ടിലെ അതേ വൈബ്. അത് നോക്കാം. ജാമ്യൻ്റെ ഉള്ളിലാണ്. ജാമ്യൻ്റെ ഉള്ളിൽ ബുക്ക് സ്റ്റോറിലെ ഒരു പരിപാടി നടക്കുന്നത്. ബുക്ക് സ്റ്റോറിൻ്റെ ഒരു പരിപാടി. അപ്പോൾ അതിനെ പ്രമാണിച്ച് മക്കളെ നോക്കാം. അടിപൊളി കിളി. അടിപൊളി എന്ന് പറഞ്ഞാലും പോരാ, അതിൻ്റെ തല നോക്കണേ. കൊക്കുണ്ട് കൊമ്പും ഉണ്ട് അല്ലേ? വലിയ പേടിയൊന്നും ലൈറ്റാക്കി കേട്ടോ. ഞാൻ കാണിച്ചു തരാം. അവിടെ ഉണ്ട്, ഒരുപാടുണ്ട്. ഒരുപാട് പ്രാക്കളുണ്ട്, അരിപ്രാക്കളുണ്ട്, മൈനുണ്ട്. ഒരു പേടിയെന്ന് പറയാൻ ലൈറ്റാക്കില്ല. കാരണം എന്താ, നമ്മൾ നല്ലൊരു മനുഷ്യനാണ്, അതുകൊണ്ടാണ്. ഇതിൻ്റെ പേര് നിങ്ങൾക്ക് അറിയുന്ന വെച്ചാൽ ഒന്ന് മെൻഷൻ ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ കമൻറ്റ് ബോക്സിൽ ഒന്ന് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇയാൾ പറക്കണേ മാഷല്ലാ. കാരണം നിങ്ങൾ നല്ല വലിയൊരു പുളിമരം എന്ന് തോന്നുന്നു അല്ലേ? അടിപൊളി വൈബ് മാഷല്ലാ. ഇതാ കോളേജിൻ്റെ അകത്താണ് കേട്ടോ. കോളേജിൻ്റെ പാർക്കിങ്ങിലാണ്. ഇതുവരെ എത്തിക്കണം അവിടുത്തെ പ്രോഗ്രാമിൽ. എന്താ വണ്ടികൾ പാർക്ക് ചെയ്തിട്ട് ഇങ്ങനെയൊക്കെ കിട്ടിയിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടില്ല. പിന്നെ എന്താ കളിക്കുന്നത്? ഇവിടെ ഏതോ ഒരു നല്ല മനസ്സുള്ളൊരു മനുഷ്യന് വെള്ളവും കിട്ടാക്കില്ല ഭക്ഷണമൊക്കെ കൊടുന്നു കൊടുത്തിട്ടുണ്ട്. ഉണ്ടോ? ഒരു പ്രാക്കൾ മാത്രം. ഈ മൈന് അരിപ്രാവാകും കണ്ടോ? അരിപ്രാവ് എപ്പോഴും സുജായിപ്പാ. പെട്ടെന്ന് ഇവിടെ എത്ര കിളികളാണ്, ഏതെല്ലാം ഐറ്റംസാണ് ഉണ്ടോ? അരിപ്രാവ് കണ്ടെങ്കിൽ ആ ചെറിയ കിളിൻ്റെ ബാക്കിൽ കണ്ടോ? അത് അരിപ്രാവാണ് അല്ലേ? നമ്മുടെ നാട്ടിലൊക്കെ ഞങ്ങളൊക്കെ അരിപ്രാവ് എന്ന് പറയാം കേട്ടോ. അതിനൊക്കെ പിടിച്ച് കഴിഞ്ഞാൽ നമ്മളൊക്കെ കഴിക്കുകയും ചെയ്യും. അത് വേറെ കാര്യം. അപ്പോൾ ഏതായാലും ആണല്ലോ മുന്നിന്ന് കയറ്റുള്ള ഓടുന്നത്. ശരിക്കും അടിപൊളി. ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് നാടിനെ അങ്ങോട്ട് വല്ലാത്തൊരു മിസ് ചെയ്യണം നാട്. കൂടുതലൊന്നും വർത്തമാനം പറയാൻ നടത്തണേ. അപ്പോൾ ഇടയ്ക്കൊരു വീഡിയോ ഇട്ടിട്ടില്ലെങ്കിൽ ആൾക്കാരെ വിചാരം നിർത്തിപ്പോയി എന്നാണ്. നിർത്തിപ്പോയിട്ടൊന്നുമില്ല കേട്ടോ. കുരുവികളൊക്കെ ശബ്ദം മാഷല്ലാ. ഈത്തപ്പനമരം ഉണ്ട് കേട്ടോ. പക്ഷേ അതിൽ ഈത്തപ്പഴം ഇല്ല, കായ്ച്ചിട്ടില്ല. കായ്ച്ചത് വെട്ടിയതാണ്. നമ്മളെ നാട്ടിലൊക്കെ തൂവൽ ശേഖരണമൊക്കെ കണ്ടില്ല നിങ്ങൾ അല്ലേ? ഇതൊക്കെ ഓരോ തൂവലുകളാണ്. നിങ്ങൾ ഓരോ കിളികളെ തൂവലുകൾ, എത്ര കിളികളെ തൂവലുകളല്ലേ? അടിപൊളിയല്ലേ? ചില ആളുകളൊക്കെ കമൻ്റ് ഇടാൻ വകുപ്പുണ്ട്. ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ ആദ്യമായിട്ട് കാണാം. പക്ഷേ സൗദി അറേബ്യയിൽ ഒരു കുരുവിയുണ്ടോ? ഒരു പേടി ലൈറ്റാക്കുന്ന പറഞ്ഞാൽ അതൊരു കുരുവിയാണ്. പോയി ഉണ്ടോ? ഇതിൻ്റെ ഉള്ളിലുണ്ട്. ഒരു പേടിയില്ല പറഞ്ഞാൽ ഇതിൻ്റെ അകത്തുണ്ട്. ഉണ്ടോ? നമ്മുടെ നാട്ടിലൊക്കെ നൈറ്റുകൾ പറന്നിട്ട് തിരക്കേക്കാരം. ഈറ്റക്ക് യാതൊരു വിധ പേടിയില്ല.
നിത്യം കാണും കിനാവിലെല്ലാം നിറയുമ്പോൾ നീ പോരും. നിങ്ങൾക്ക് കാണുന്നുണ്ടോ കേട്ടോ അവിടെ? ഇല്ല, കാണും. ആ ഭാഗത്താണ് പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നത്. കാറുകളൊക്കെ ഇവിടെ പാർക്കിങ്ങിൽ ഏകദേശം പാർക്കിങ്ങൊക്കെ ഫില്ലായിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇങ്ങോട്ട് ഭക്ഷണം കൊടുക്കുന്നതായിരുന്നു കേട്ടോ. കാരണം ഭക്ഷണം ഞാൻ വീഡിയോയിൽ എന്താ ഉൾപ്പെടുത്തുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സുഹൃത്ത് എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു, ഷഫീഖ് ഭായി ഞങ്ങൾ വീഡിയോ എപ്പോഴും കാണലുണ്ട്, നിങ്ങൾ ഭക്ഷണങ്ങൾ കഴിക്കുന്ന വീഡിയോ ഒക്കെ ഇങ്ങനെ ഇടുമ്പോൾ ഒരുപാട് ഭക്ഷണം കഴിക്കാത്ത ആളുകൾ ഉണ്ടാവും. അപ്പോൾ അവർ നിങ്ങളെ വീഡിയോ ഒക്കെ വാച്ച് ചെയ്യുന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ വീഡിയോ കാണില്ല എന്നൊക്കെ പറഞ്ഞു അയാൾ. അത് കേട്ടപ്പോൾ നമുക്കൊരു വിഷമമായി. അതുകൊണ്ട് പക്ഷെ നമുക്ക് ഫുഡ് കഴിക്കുന്ന വീഡിയോ ഇടാൻ പറ്റില്ല എന്നല്ല, പക്ഷെ ആളതങ്ങനെ പറഞ്ഞപ്പോൾ എന്തോ ഒരു വിഷമം തോന്നി. അത് എപ്പോഴെങ്കിലുമൊക്കെ കഴിക്കണ ഭക്ഷണമല്ലേ, അതൊക്കെ നമ്മൾ ഒരുപാട് ഫ്രണ്ട്സുകളൊക്കെ കൂടിയിട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ എൻജോയ് ചെയ്യില്ലേ, അത് ആ ഒരു ലെവലിൽ നമ്മൾ എടുക്കണ്ടേ. അല്ലാതെ അപ്പോൾ അതിനൊക്കെ ഇപ്പോൾ നമ്മൾ നെഗറ്റീവ് പറയാൻ കുത്തിരുന്ന അതിനെ നേരം ഉണ്ടാവുള്ളൂ. ഒരാളെ ഭക്ഷണ രീതികളും കാര്യങ്ങളും. ചില ദിവസം ഞാൻ ഭക്ഷണം കഴിക്കാതെ എത്രയോ ടൈം 7 മണി 6 മണിയൊക്കെ കഴിഞ്ഞ ഭക്ഷണം കഴിച്ച ടൈമുകളൊക്കെ ദിവസങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും ആളുകൾക്കൊരു കുഴപ്പമില്ല. എന്നാൽ നമ്മളെന്തെങ്കിലും പണ്ടൊരാൾ പറഞ്ഞില്ലേ, എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യണം, എന്തെങ്കിലും ഒരു ചീത്ത കാര്യം ചെയ്യണം അറിയപ്പെടണമെങ്കിൽ. നല്ല കാര്യങ്ങൾ ചെയ്യണമല്ലോ. അതാ മൈന, കാട്ടിലെ മൈനയെ പാട്ട്. ഒരു മൈനനെ കണ്ടാൽ എന്താവും പറഞ്ഞത്? രണ്ടാം അരിപ്രാവ് കേട്ടോ, അരിപ്രാവ് കേട്ടോ. ഇപ്പം സൂമി തരാം. അതാ ഇവിടെ എവിടെയുണ്ട്? അയ്യോ, അതാ കണ്ടോ കണ്ടോ കണ്ടോ. പോയി 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 അതാണ് നമ്മളെ കാട്ടിലെ മൈനയെ പാട്ട് പഠിപ്പിച്ചതാര്? കണ്ട് പൊളിയല്ലേ? ഇറ്റാക്കൊന്നും പേടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. കണ്ടോ, നമ്മൾ ഇത്തിരി അടുത്തു കൂടെ ഒന്നും വന്നിട്ട് കിളികളൊന്നും പറഞ്ഞില്ല. അത് ഞാൻ നല്ല മനുഷ്യരാകൊണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഓക്കെ, ഇത് കണ്ടോ, ഇതിന് 2 ഭാഗത്തുണ്ട് കൊക്ക്. റബ്ബേ, ഇത് കൊമ്പുണ്ട് കൊക്കുണ്ടോണ്ട്. എന്താ ഈ കിളികളൊക്കെ പേര്? ഏതായാലും ഇവിടെ കണ്ടോ വെള്ളമൊക്കെ കൊടുക്കുന്നേക്കണുണ്ടോ ആളുകൾ? അവിടെ ഒരു കിളി അവിടെ താപാനായിട്ടിരിക്കുന്നുണ്ട്. നമുക്ക് ചെന്ന് വിശേഷങ്ങളൊക്കെ അന്വേഷിച്ച് നോക്കാം. അയാൾക്ക് കുഴപ്പമൊന്നുമില്ല, അയാൾ അരിപ്രാവാണ്. ഈ പ്രാവിനെ നമ്മൾ കിട്ടിയാൽ കഴിക്കും. കാണുന്നുണ്ടെങ്കിൽ സൂം ചെയ്താൽ പോയി. അവൻ്റെ മേലൊക്കെ എന്തോ അതാണ് അടുത്ത കളിയും വന്നു. 2 ആളുണ്ട്. അപ്പം അങ്ങനെ നമ്മൾ ഇങ്ങനെ ചെറിയൊരു വീഡിയോ സെറ്റാക്കി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ദിവസമായിട്ട് വീഡിയോസുകളൊന്നും ഉണ്ടായില്ല. അപ്പോൾ ആ ഒരു ടെൻഷൻ, വീഡിയോ ഇല്ലാത്ത ടെൻഷൻ ഒന്നും ആർക്കും വേണ്ട. ബാക്കിൻ്റെ ഉള്ള ടെൻഷൻ ഇനി ഉണ്ടാവുള്ളൂ. അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ചാൽ ഇനി കുറച്ചേരം ഇവിടെ കിടക്കട്ടെ. ഇനി വീഡിയോ കണ്ടില്ല എന്നുള്ള പരാതികൾ ആളുകൾ പറയാൻ പാടില്ല. ഇനി ഇവിടെ കുറച്ചേരം കിടക്കട്ടെ കേട്ടോ. അല്ല, ഈ മരത്തിൻ്റെ ചുവട്ടിലിങ്ങനെ ഒരു ചങ്ങും കൂടി ഉണ്ട് ഈ ഓട്ടത്തിൽ. അപ്പം കുറച്ച് കഴിഞ്ഞാൽ വരുമോ? എവിടെ കിടന്നാലും ഫ്ലൈറ്റ് ഇങ്ങനെ പോകണതാണ്. അതേതാ ഫ്ലൈറ്റ്? എവിടെ ഇപ്പോൾ പോയി? കാണില്ലല്ലോ. പോയില്ലേ? ഇവിടുത്തെ പുല്ലുകൾക്ക് എപ്പോഴാണ് വെള്ളം നനക്കുന്ന ടൈമെന്ന് അറിയില്ല. അങ്ങനെയാണെങ്കിൽ ഇവിടെ ആ പൂക്കുറ്റിയൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ലെവലായി. ആകെ നനയും. എവിടെ ഇരുന്നാലും കിളി. ഇതിലുണ്ട് കിളികൾ. പോയോ? ഇല്ല, കൊമ്പിൻ്റെ അകത്തുണ്ട്. ഇവിടെ ഒരുപാട് കിളികൾ. എന്ത് വെറൈറ്റികളൊന്നും നമ്മൾ ഇതുവരെ കണ്ടിട്ടും കൂടിയില്ല. അങ്ങനത്തെ കിളികളുണ്ട്. ഇവിടെ വളർത്തൊന്നുമല്ല കേട്ടോ. ഇത് ജാമ്യൻ്റെ പാർക്കിങ്ങിലാണ്. ഓക്കെ, അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇതുപോലുള്ള ചെറിയ വീഡിയോ ഒക്കെ എപ്പോഴെങ്കിലുമൊക്കെ വരും കേട്ടോ. ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ.